ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ 9/9/2024 നടന്ന SSC CGL 2024 ടയർ 1 ലാസ്റ്റ് ഷിഫ്റ്റാണ്, അതായത് ഷിഫ്റ്റ് 3 ആണ്. ഇതിലെന്താ മാത്സിലെ ഫുള്ള് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? പുറകോട്ട് പോകണമല്ലേ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ ആദ്യം എന്താ 12% ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം എന്താ ആ നമ്പർ തന്നെ 23% ഇൻക്രീസ് ചെയ്തു. ദ നമ്പർ സോ ഒബ്റ്റൈൻഡ് ഈസ് നൗ ഡിക്രീസ്ഡ് ബൈ എത്രയാണ്? 34%. അതങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സംശയമൊന്നുമില്ല, നമുക്ക് എന്താ സക്സസീവ് ചെയ്യാം. ആദ്യം 12 23 ചെയ്യാം. 12 + 23 ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ സക്സസീവായിട്ട് കൂട്ടുമ്പോൾ എത്രയാണ്? 12 23/100 വരും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എത്ര? 23 10 33 33 2 35 വരും. 35 പ്ലസ് ഇനി ഇവിടെ 12 × 23 ചെയ്യുമ്പോൾ എത്ര? അത് 276 വരും. 276 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്ര? 2.76 ആണ്. 2.76. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 37.76 വരും. 12 23 വെച്ച് സക്സസീവ് ചെയ്യുമ്പോൾ എത്രയാണ്? 37.76 വരുന്നത്. ഇനി എന്താ 34 കുറയുകയാണ് ചെയ്യുന്നത്. ഇതും കൂടെ സക്സസീവ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പം 37.76 34 കുറച്ച് എത്രയാണ്? 3.76 വരും. മൈനസ് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് എന്താണ് ഈ 37.76 ഒഴിവാക്കാം. 37 എടുത്താൽ മതി. 34 × 37 ചെയ്യുമ്പോൾ എത്രയാണ്? 1258 വരും. 1258 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 12.58 വരും. ഇത് കാണുമ്പോൾ തന്നെ എന്താണ് 12 ന് 3 പോകുമ്പോൾ എത്രയാണ്? 9 സംതിങ് വരുന്നത്. 9.8 സംതിങ് വരുന്നത്. കാരണം എന്താ നമ്മളിവിടെ 37.76 എടുത്തില്ല, നമ്മൾ 37 എടുത്തുള്ളൂ. അല്ലെങ്കിൽ 3 ന് 12 പോയാൽ എത്രയാണ്? ഇവിടെ നെഗറ്റീവ് വരത്തുള്ളൂ. നെഗറ്റീവ് വരുന്ന എന്താ അർത്ഥം? ഇൻക്രീസ് വരത്തില്ല, ഡിക്രീസേ വരത്തുള്ളൂ. ആൻസർ എത്രയാണ്? 9% ഡിക്രീസ്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വെനസ്ഡേ ദിവസത്തെ മൊത്തം പ്രിൻ്റ് ചെയ്തേക്കുന്നത് എത്ര എമൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് സാറ്റർഡേ മൊത്തം പ്രിൻ്റ് ചെയ്തേക്കുന്നതിൻ്റെ 15% കൂടുതലാണ് വെനസ്ഡേ പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെനസ്ഡേ പ്രിൻ്റ് ചെയ്തേക്കുന്നത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാറ്റർഡേ പ്രിൻ്റ് ചെയ്തേക്കുന്ന മൊത്തം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 8540 11 230 6580 അതുപോലെ 7890 മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 0 വരും. 4 3 7 7 9 എത്രയാണ്? 16 24 വരും. 5 5 10 14 14 8 എത്ര? 22 വരും. ഇത് എത്ര? 7 2 9 1 10 18 18 6 24 വരും. 2 അപ്പം 2 1 3 34 240 എന്ത് ശനിയാഴ്ച ദിവസത്തെ മൊത്തം പ്രിൻ്റ് ചെയ്തേക്കുന്ന എമൗണ്ട്. ഇതിൻ്റെ തന്നെ 15% കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം 34 240 × 115/100 ചെയ്യാം. 115-നെയും 10-നെയും കൂടെ ഞാൻ 2 കൊണ്ട് വിട്ടുമ്പോൾ എത്രയാണ്? മുകളിൽ 23 വരും, താഴെ 2 വരും. ഇനി ഈ 2-നെ 3424-നെയും കൂടെ വിട്ടുമ്പോൾ എത്രയാണ്? ഇത് 1712 വരും. 1712 × 23 ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ 3 × 2 ചെയ്യുമ്പോൾ 6 വരും. 6 യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്ന എത്രയാണ്? ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ആൻസർ എത്രയാണ്? 39
376. ഓപ്ഷൻ 3. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 4 സ്റ്റോക്സ് ഉണ്ട്. അതിനകത്ത് സ്റ്റോക്ക് എ റെപ്രസെൻറ്റ്സ് 20% ഓഫ് ദ പോർട്ട്ഫോളിയോ. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 6%. സ്റ്റോക്ക് ബി അത് 30% ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ്, റിട്ടേൺ 8%. സ്റ്റോക്ക് സി എന്ന് പറയുന്നത് 20% ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ്, റിട്ടേൺ എന്ന് പറയുന്നത് 4%. പിന്നെ സ്റ്റോക്ക് ഡി റെപ്രസെൻറ്റ്സ് റിമൈനിങ് ആണ്. നോക്കി, ഇവിടെ റിമൈനിങ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. റിമൈനിങ് 30% ആണ്. പക്ഷേ അതിൻ്റെ റിട്ടേൺ എത്രയാണ്? -5%, -5. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ആവറേജ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് ചോദിച്ചത്. ഇവിടെ പോർട്ട്ഫോളിയോ മൊത്തം എത്രയാണ്? 100% എടുത്താൽ 20% എ ആണ്, 30% എന്താ? 30% എന്ന് പറയുന്നത് ബി ആണ്, സി എന്ന് പറയുന്നത് എത്രയാണ്? 20% ഇനി ബാക്കി ഇനി 30% ഉള്ളൂ. ആ റിമൈനിങ് എന്നുള്ള ശ്രദ്ധിക്കണ്ട. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 100 വരും. 30, 60, 40 എത്രയാണ്? 100 വരും. ഇവിടെ എന്താ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇത് 8%, ഇത് 6%. സോറി, തിരിച്ചല്ലേ. അതായത് ഇത് 6%, ഇത് 8%, ഇത് 4%, ഇത് -5%. ഇത് മനസ്സിലാക്കാൻ എളുപ്പവഴിക്ക് എന്താണ്? ഇതെല്ലാം എത്രയാണ്? ഒരു സ്റ്റോക്കിൽ 1 രൂപ വെച്ച് ആണെന്ന് കൂട്ടിക്കോളുക. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? 100 സ്റ്റോക്കിന് 100 രൂപ വെച്ച്. അതായത് പോർട്ട്ഫോളിയോ എക്ക് 20 രൂപ, പോർട്ട്ഫോളിയോ ബിക്ക് 30 രൂപ, പോർട്ട്ഫോളിയോ സിക്ക് 20 രൂപ, പോർട്ട്ഫോളിയോ ഡിക്ക് 30 രൂപ. ഇനി ഇവിടെ റിട്ടേൺ 6% എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 20 രൂപയുടെ 6% ആണ് ഇവിടെ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ 20 × 6/100, 6 2 12/10 ചെയ്യുമ്പോൾ 1.2 ആണ് ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതിനർത്ഥം എന്താ? 20 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1.2 റുപ്പീസ് ലാഭം കിട്ടും. 20 രൂപ ഇട്ടാൽ 21.2 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടും. ഇനി അതുപോലെ എന്താണ്? 30ൻ്റെ 8% എടുത്തോളാം. അപ്പം 30 × 8/100 വരും. 8 × 24, 2.4 ആണ് ഇവിടെ. 2.4% അല്ല, 2.4 റുപ്പീസാണ് ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എന്താ വരുന്നത്? 4 2s are 8 വരും. 8/10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.8 ആണ് ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അവസാനത്തെ റിട്ടേൺ എത്രയാണ്? അതെന്ന് പറയുമ്പം 30 × 5/100 എത്രയാണ്? 30 × 5 വരും, 15. 15/10 എന്ന് പറയുമ്പം 1.5 അല്ലേ? 1.5 കുറവാണ് കിട്ടുന്നത് ഇവിടെ, -1.5. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ മതി നമുക്ക് റിട്ടേൺ കിട്ടാൻ. /4 ചെയ്യാം. 1.2 0.8 കൂടെ കൂട്ടുമ്പോൾ 2 വരും. 2 + 2 4, 4.4, 4.4 - 1.5 /4 വരും. 4.4 ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്? 3.4. 3.4 ൽ നിന്ന് 5 കുറച്ച് എത്രയാണ്? 2.9/4 വരും. നമുക്കിവിടെ എവിടെയോ തെറ്റിപ്പോയല്ലോ. /4 ആണ് പ്രശ്നം. 2 നമുക്ക് കിട്ടി. നമുക്കിവിടെ /4 ഒഴിവാക്കുകയാണെങ്കിൽ എന്താണ്? കറക്റ്റ് ആൻസർ കിട്ടും. ഒരു പക്ഷേ ഇവർ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ടോട്ടൽ റിട്ടേൺ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ആവറേജ് റിട്ടേൺ ആയിരിക്കത്തില്ല. എന്താണ് ആൻസർ? 2.9 തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ 3. ആവറേജ് ആകുമ്പോൾ എന്താണ്? എത്രയാണോ ടോട്ടൽ ഒബ്സർവേഷൻ അത് /4 വരേണ്ടതാണല്ലോ. ഇപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ചോദിച്ചിരിക്കുന്നത് റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പനി സി ഫ്രം വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ എന്നാണ് ചോദിച്ചത്. ഇവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ്? 150, 150 കൂടെ കൂട്ടി എത്രയാണ്? 330 ടോട്ടൽ പ്രൊഡക്ഷൻ. കമ്പനി സി പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ്? 150 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. നീലെ കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്. അപ്പം 150 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഇത് പൊട്ടത്തെറ്റാണ്, ഇങ്ങനെയെല്ലാം എടുക്കുന്നത്. ഇവർ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കമ്പനി സിയും കമ്പനി ബിയും കമ്പനി എയും കൂടെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മൊത്തം റെഫ്രിജറേറ്ററുകളുടെ എണ്ണമാണ്. അപ്പം 150, 190, 150, 190, 140 കൂട്ടുന്നതാണ് എന്ത്? ടോട്ടൽ പ്രൊഡക്ഷൻ.
അത് എത്രയാണ്? 480 ടോട്ടൽ പ്രൊഡക്ഷൻ. ഈ ടോട്ടൽ പ്രൊഡക്ഷനിൽ കമ്പനി സിയുടെ എത്ര ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് 150 ഡിവൈഡ് ബൈ 480 ഇൻറ്റു 100 എന്നായത് 480 കേട്ടോ. 0 വെട്ടിപ്പോയി. 15 ഡിവൈഡ് ബൈ 48 എങ്ങനെയാണ് ചെയ്യുക? അപ്പം 15 ഡിവൈഡ് ബൈ 48 അപ്പം 16 ഡിവൈഡ് ബൈ 48 ആയിരുന്നെങ്കിൽ എന്തായാലും 1/3 ആയതിനെ. 1/3 എന്ന് പറഞ്ഞാൽ എത്ര? 33.33. പക്ഷെ നമുക്കിവിടെ 16 മുതൽ എത്ര? ഇത് 15 വരട്ടെ. അപ്പം 33.33 കുറച്ച് താഴെയായിരിക്കും ആൻസർ. ഓപ്ഷൻ ഇത് വരത്തില്ല. 34.35 വരത്തില്ല. ഡിവൈഡ് ചെയ്ത് നോക്കുക എന്നുള്ളതല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ 15 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്താണ്? 45 വരും. അപ്പം 15/48 എടുക്കുമ്പോൾ 15 ഡിവൈഡ് ബൈ 3 പിന്നെ റിമൈൻഡർ എത്രയാണ്? 3/15 വരും. അപ്പം 3/15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5. അപ്പം 1/3.20 1/3.20 ഇൻറ്റു 100 വരും. 1/3.20 ഇൻറ്റു 100. ഇനി 100/3.2 ചെയ്യുമ്പോൾ എത്രയാണ്? 31.25 കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? x + y + z വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/x + 1/y + 1/z എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സോറി, ഇതിൻ്റെ വാല്യൂ അല്ല ചോദിച്ചേക്കുന്നത്. ദെൻ ദ ലീസ്റ്റ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ വാല്യൂ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? എക്സ് വൈ ഇസഡ് പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് 1 എന്നുമാണ് തന്നേക്കുന്നത്. അപ്പം x + y + z = 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈയും ഇസഡും 0 ഇട്ട് കൊടുക്കേണ്ടി വരും. പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് 0 നമുക്ക് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഇവിടെ ലീസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ്? ഈ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അരിത്തമെറ്റിക് മീൻ അതായത് x + y + z അരിത്തമെറ്റിക് മീൻ കാണാൻ എന്ത് ചെയ്യണ്ടേ? x + y + z ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ കാണാൻ ഇനി എന്ത് ചെയ്യണ്ടേ? അതിന് 3/1/x + 1/y + 1/z അങ്ങ് എടുത്താൽ മതി. ഇനി ഇവിടെ എന്താണ്? x + y + z വാല്യൂ നമുക്ക് എത്രയാണ്? 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/1/x + 1/y + 1/z എടുത്താൽ മതി. ഇനി ഇവിടെ ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 1/x + 1/y + 1/z എന്നുള്ളത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 വരും. അപ്പം ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ എത്രയാണ്? 9 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ ഇങ്ങനെ എടുത്താൽ മാത്രമേ ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അതായത് കള്ളനും പോലീസിനെയും കളിയാണ്. എ തീഫ് നോട്ടീസ്ഡ് എ പോലീസ്മാൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 600 meters. പിന്നെ തീഫ് എത്രയാണ്? 12 km/h ഓടി. പോലീസ്മാൻ 15 km/h ഓടി. അങ്ങനെയാണ് ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 600 മീറ്ററാണ്. ഡിവൈഡഡ് ബൈ km/h സ്പീഡ് തന്നേക്കുന്നത്. ഇവർ സെയിം ഡയറക്ഷനിലാണ് ഓടുന്നതുകൊണ്ട് എന്താണ്? സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 15 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ പോയാൽ ബാക്കി 3 km/h ഉള്ളൂ. അത് ഇൻറ്റു 5/18 ചെയ്താൽ മതി. അപ്പം 3 ഇത് വെട്ടിപ്പോയി, 6 വന്നു. ഇപ്പം എന്താ സംഭവിക്കുക? 600 ഡിവൈഡ് ബൈ 5/6 എന്ന് പറയുമ്പം 600 ഇൻറ്റു 6/5 വരും. അപ്പോൾ എത്രയാണ്? 3600 ഡിവൈഡ് ബൈ 5 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? ഇത് 720 വരും. ഇത് 720 സെക്കൻഡാണ്.
നമ്മളോട് ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ടൈം ഇൻ മിനിറ്റ്സ് എന്നാണ് വെച്ചേക്കുന്നത്. 720 സെക്കൻഡിനെ നമ്മൾ മിനിറ്റ് ആക്കണമെങ്കിൽ എന്താ? ഡിവൈഡ് ബൈ 60 ചെയ്യണം. 72 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 12 വരും. ഓപ്ഷൻ 3 12 കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 30 ഡിഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, ഇത്രയും ഭാഗമാണ് നമ്മുടെ ഏരിയ ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിളാണ് എത്രയാണ്? 30 ഡിഗ്രി. ഏരിയ ഓഫ് എ സെക്ടർ കാണാൻ എന്താ ചെയ്യണ്ടേ? ഹാഫ് ഇൻറ്റു ആർക്ക് ലെങ്ത്ത് ഇൻറ്റു റേഡിയസ് ചെയ്താൽ മതി. അപ്പോൾ ആർക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. അത് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? 2πr ഇൻറ്റു 30/360 ചെയ്യാൽ മതി. അപ്പോൾ 2 ഇൻറ്റു 22/7 ഇൻറ്റു 6 എത്രയാണ്? 6 12 തന്നിട്ടുണ്ട്, അല്ല 10 തന്നിട്ടുണ്ട്. 10 ഇൻറ്റു 30/360. ഇത് വെട്ടിപ്പോയി, 3 36 വെട്ടിപ്പോയിട്ട് 12 വന്നു. ഇത് വെട്ടിപ്പോയി 11 6. ഇനി ഇത് വെട്ടിപ്പോയി 3 ആയി. ആർക്ക് ലെങ്ത് എത്രയാണ്? 110/7 കിട്ടും. അവിടെ പയ്യെ 3.14 ഉപയോഗിക്കണമായിരുന്നല്ലേ. ആ സ്ഥലം നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. 110/7 ഇൻറ്റു 3 കൂടെ ഉണ്ട്. ഇവിടെ ഈ 3 കിടപ്പുണ്ട്. ഇനി ഇതെന്താ? ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഹാഫ് ഇൻറ്റു ആർക്ക് ലെങ്ത് എത്രയാണ്? 110/7 ഇൻറ്റു 3 ഇൻറ്റു എത്ര? റേഡിയസ് 10. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 55 വരും മുകളിൽ. 55/71 ഇൻറ്റു 10. ഇനി 55/21 ചെയ്യുമ്പോൾ എത്രയാണ്? 55/21 ചെയ്യുമ്പോൾ 21 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 42 വരും. നമുക്ക് മനസ്സിലായി 2 എന്തായാലും പോകുന്നു മനസ്സിലായി. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ്? 13 വരും. 13 പോവില്ലാത്തതുകൊണ്ട് എന്താണ്? പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇട്ട് കൊടുത്തോളാം. 21 ഇൻറ്റു 5 ചെയ്യുമ്പം എത്രയാണ്? 105. 21 ഇൻറ്റു 6 ചെയ്യുമ്പം നമുക്ക് 126 വരും. 26 സംതിങ് വരുന്നു മനസ്സിലായി. ആൻസർ എത്ര? 25.2 ആണ്. അടുത്ത ഓപ്ഷനൊന്നും ഇല്ല. അവിടെ അത്രയും വ്യത്യാസം കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ 3.14 എടുക്കാതെ 22/7 എടുത്തോണ്ടാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 25.2 ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ A + B = 2C ആണെന്നുള്ളത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനെല്ലാം ഞാൻ നോക്കി കഴിയുമ്പോൾ A² B² ഉണ്ട്. ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കാൻ പോവാം. ഇത് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2C വരും. 2C അല്ല 2C² വരും. ഇത് A² + 2AB + B² = എത്രയാണ്? 4C² വരും. ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ എന്താണ് ഉപയോഗിച്ച മെത്തേഡ് ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ക്വയർ എടുക്കുക തന്നെയാണ്. A + B + C = 2C എന്താണ് ഞാൻ C + C എന്ന് എഴുതി. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. സോറി, അങ്ങനെയല്ല. സ്ക്വയർ എടുക്കുന്നതിന് മുമ്പ് ഒരു പരിപാടിയുണ്ട്. ഞാൻ A + B = 2C C + C എന്ന് എഴുതി. അത് കഴിഞ്ഞ് A - C = C - B എന്ന് എഴുതി. ഇനി വേണം സ്ക്വയർ എടുക്കാൻ. ഇപ്പം എന്താ? A² + C² - 2AC = C² + B² - 2BC വരും. ഇവിടെ C² കട്ട് ചെയ്ത് പോയി. ഞാൻ ഈ 2BCനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടാവും +2BC ആവും. അതായത് A² + 2BC = B² പ്ലസ് എന്താണ് 2AC ആവും. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. ഓപ്ഷൻ 4.
അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ നമ്പർ 11 ഡിവിസിബിളാണ്. അങ്ങനെയാണ് ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചേക്കുന്നത്. 11 ഡിവിസിബിൾ ആണെങ്കിൽ എങ്ങനെയാണ്? ഈ നമ്പറിൻ്റെ ഓൾട്ടർനേറ്റീവ് അക്കങ്ങളുടെ സം എന്തായിരിക്കും? ഒന്നുമില്ലെങ്കിൽ 11 മൾട്ടിപ്പിളോ 0 ആയിരിക്കും. അങ്ങനെയല്ല, ഈ നമ്പറിൻ്റെ, അതായത് ഈ നമ്പർ 7 8 4 5 കെ 8 5 4 ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സം എടുത്തോളൂ. അതായത് 8 4 12, 12 5 17, 17 8 എത്ര? 25. 25 മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകൾ, അതായത് 7 4 11 പ്ലസ് കെ. 11 കെ, 11 പ്ലസ് കെ പ്ലസ് 5 എത്രയാണ്? 16 കെ ആവും. അപ്പോൾ 16 പ്ലസ് കെ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 0 വരണം. 25 മൈനസ് 16 എത്രയാണ്? 9 വരും. അപ്പം 9 പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 വരും. അപ്പോൾ കെയുടെ വാല്യൂ 9 ആണ്. കെ ഈക്വൽ, അതായത് വേറെ ഒന്നുമില്ല, കെയുടെ അവിടെ എന്താണ്? 9 വന്നാൽ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 9 വരത്തുള്ളൂ, അല്ല 0 വരത്തുള്ളൂ. അതായത് ഈ 11ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിൻ്റെ കണ്ടീഷനാണ് എന്ത്? ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഡിജിറ്റുകളുടെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11 വരണം എന്നുള്ളത്. അപ്പം കെയുടെ അവിടെ എന്താണ്? 9 വന്നാൽ മാത്രമേ ഇത് 0 ആവത്തുള്ളൂ. അപ്പം ആൻസർ എത്രയാണ്? 9 ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഹൂസ് പെരിമീറ്റർ ഈസ് 64/3 cm ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഈസ് 60 ഡിഗ്രി. യൂസ് എത്ര? 22/7 ആണ് പൈ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും എന്താണ്? അത് സെക്ടറിൻ്റെ ഏരിയ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടെ തന്നേക്കുന്നത് സെക്ടറിൻ്റെ പെരിമീറ്റർ തന്നേക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഹൂസ് പെരിമീറ്റർ എന്ന് പറയുന്നത് സെക്ടറിൻ്റെ പെരിമീറ്റർ, അതായത് ഇത് 6, ഇത് 6, ഇത് ലെങ്ത്ത്, അതായത് 2r + L. 2r + Lൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 64/3 എന്നുള്ളത്. അല്ലാതെ ഈ ടോട്ടൽ സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ല 64/3 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പം 2r + L എന്ന് പറയുന്നത് 64/3 ആണ്, മനസ്സിലായി. ഇനി ഈ എല്ലിനെ എങ്ങനെയാലും മാറ്റി ആറിൻ്റെ ടൈംസിലോട്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ഈക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 2r പ്ലസ് ഈ എല്ലിനെ ഞാൻ എന്താ 2πr ഇൻറ്റു 60/360 ഈക്വൽ ടു 64/3 എന്ന് എഴുതുക. അങ്ങനെ എഴുതാൻ കാരണം എന്താ? ഈ എൽ എന്ന് പറയുന്നത് എന്താണ്? 2πr ഇൻറ്റു എത്രയാണോ ആംഗിൾ അത് /360 ആണ്. അപ്പോൾ ഇവിടെ 0യും 0യും വെട്ടിപ്പോയി, 1/6 ഇതും വെട്ടിപ്പോയി, πr/3 ആവും. അപ്പം 2r പ്ലസ് πr/3 എന്ന് പറയുന്നത് എന്താണ്? 64/3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ LCM എടുക്കുമ്പോൾ എങ്ങനെയാണ്? 6r പ്ലസ് πr/3 എന്ന് പറയുന്നത് എത്രയാണ്? 64/3 വരും. 3യും 3യും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. അതുപോലെ തന്നെ ഞാൻ 6 പുറത്തേക്ക് എടുക്കും. 6 പുറത്തേക്ക് എടുക്കുമ്പം 6 + 22/7 ഈക്വൽ ടു എത്രയാണ്? 64 എന്ന് വന്നു. ഇനി ഇവിടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 6 6 36, 6 7 42, 42 22 64. അതായത് റേഡിയസ് r ഇൻറ്റു 64/3 എന്ന് പറയുന്നത് എത്രയാണ്? 64. ഇനി ഇവിടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 6 6 36, 6 7 42, 42 22 64. r ഈക്വൽ ടു 64/7 ഇൻറ്റു 64 വരും. റേഡിയസ് എടുക്കുമ്പോൾ എത്രയാണ്? r ഈക്വൽ ടു 64/64 ഇൻറ്റു 7 വരുമ്പം ആറിൻ്റെ വാല്യൂ, റേഡിയസിൻ്റെ വാല്യൂ എത്രയാണ്? 7 എന്ന് കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ റേഡിയസ് കിട്ടി. ഇനി എന്താണ്? ആ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അത് ഇൻറ്റു θ/360, അതായത് 60/360. അപ്പോൾ πr² 22/7 ഇൻറ്റു 7 × 7. πr² ഞാൻ ഈ റേഡിയസ് ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പം 22/7 ഇൻറ്റു 7 ഇൻറ്റു 7, ഒരു 7 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 0 പോയി, 6 വന്നു. ഒരു രണ്ട് സൈഡിലും ഞാൻ എന്താണ് 2 കൊണ്ട് വിട്ടു, അപ്പോൾ 3 വന്നു, 11 വന്നു. ബാക്കി എത്രയാണ്? 11 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 77/3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. നമ്മൾ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യനിൽ ഹാഫ് ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആർക്ക് ലെങ്ത്താണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ചെയ്ത് πr² ഇൻറ്റു θ/360 എന്ന് പറഞ്ഞ ഫോർമുല ചെയ്ത്. രണ്ടും എന്താ ഉപയോഗിക്കുന്നത്? രണ്ടും സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് കമ്പനി ഹാഡ് ദ മാക്സിമം ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് ടീഷർട്ട് ഡ്യൂറിങ് ദീസ് 4 years എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ഓരോ കമ്പനി എടുത്ത് നോക്കുമ്പം C1 ഏറ്റവും കുറവ് എത്രയാണ്? 232, ഏറ്റവും മാക്സിമം എത്ര? 248. ഇനി C2 എടുത്ത് നോക്കുമ്പോൾ C2 ഏറ്റവും കുറവ് വരുന്നത് 239 വരുന്നുള്ളൂ, ഏറ്റവും കൂടുതൽ വരുന്നത് 244. C3യിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറവ് വരുന്നത് 230, ഏറ്റവും കുറവ് വരുന്നത്, ഏറ്റവും മാക്സിമം വരുന്നത് 244. C4 വരുന്നത് 230 ഏറ്റവും കുറവ് വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത് 248. നമുക്കിവിടെ C3 പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. കാരണം എന്താണ്? കാരണം തന്നേക്കുന്ന 3 ഒബ്സർവേഷനും എന്താണ്? ഈ സാധാരണ ഉള്ളേക്കാളും ഭയങ്കര താഴെ, 236, 235, 230. അതുകൊണ്ട് നമുക്ക് എന്താണ് C3 അല്ലെന്ന് ഉറപ്പിക്കാം. ബാക്കിയെല്ലാം തന്നെ എന്താണ് ചെയ്ത് നോക്കേണ്ട വരും. ഇപ്പം ഡീവിയേഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ 242 ഞാൻ ആവറേജ് ആയിട്ട് എടുത്തു. അപ്പം 243 -1 കുറഞ്ഞു. 248 കേസിൽ എന്താണ് +6 കൂടി. 232 കേസിൽ എന്താണ് -10 ഉണ്ടായേക്കുന്നത്. അപ്പം 6 -1 എന്ന് പറയുമ്പോൾ എത്രയായത്? 5 വരും. 5 - 10 എന്ന് പറയുമ്പോൾ -5 ആണ് എഫക്റ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നത്. അത് /3 ചെയ്യുമ്പോൾ എത്രയാണ്? അത് ചെയ്യുമ്പോൾ എത്രയാണ്? 1.66 വരും. അതായത് നമ്മളെടുത്ത ആവറേജിനേക്കാളും 1.66 കുറയും. അതായത് 242 - 1.66 ചെയ്യുമ്പോൾ എത്രയാണ്? 140.34 ആണ് ഇവിടെ ആവറേജ് വരിക C1ൻ്റെ. അതായത് 140 സംതിങ്. ഇനി അതേ രീതിയിൽ തന്നെ നമ്മൾ C2ന് ഫോളോ ചെയ്ത് എന്താ സംഭവിക്കുക? 139 ആണ് ഞാൻ ആവറേജ് ആയിട്ട് എടുക്കുന്നത്. അപ്പം എത്ര കൂടി? 140 ആയപ്പം 1 കൂടി, പിന്നെ 144 ആയപ്പം 5 കൂടി, പിന്നെ ഒരു 144 കൂടെ ഉണ്ട്, അപ്പം 5 കൂടി. മൊത്തം എത്ര കൂടി? 11 കൂടി. /3 ചെയ്യുമ്പം 3 പോയിൻറ്റ് സംതിങ്ങാണ് വരുന്നത്. അപ്പം 139 കൂടെ 3 കൂട്ടി കഴിയുമ്പോൾ എത്രയാണ്? 142 സംതിങ് ആണ് ഇവിടെ ആവറേജ് വരുന്നത് C2ന്. ഈ സെയിം രീതി തന്നെ നമ്മൾ C4ൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഇത് 240 എന്നാണ് ആവറേജ് കിട്ടുന്നത്. ഇതിൽ 3 ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള എത്രയാണ്? ഇത് 2 ആട്ടോ. അപ്പം C2നാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീൻ പ്രൊപ്പോർഷൻ ഓഫ് ഈ രണ്ട് നമ്പേഴ്സ് വേർ A ഈസ് എ പോസിറ്റീവ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മീൻ പ്രൊപ്പോർഷൻ ഇക്വേഷൻ എത്ര? √AB ആണ്. ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ √8A² ഇൻറ്റു എന്താണ് 18/A⁴. അപ്പം A²ഉം A⁴ കൂടെ കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താണ്? ഇവിടെ ഒരു A² ഉള്ളൂ. ഇനി മുകളിൽ എന്താണ് 8 × 18 എത്ര? 8 8 64, 6 റിമൈൻഡർ, 8 1 8 +6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 144 വരും. 144/A² വരും. അതിൻ്റെ മുകളിൽ റൂട്ടും ഉണ്ട്. അപ്പം ഇത് റൂട്ടിൻ്റെ പുറത്ത് പോകുമ്പോൾ എത്രയാണ്? 12ൻ്റെ സ്ക്വയറാണ് 144. അപ്പം ഇത് റൂട്ടിൻ്റെ പുറത്ത് പോകുമ്പോൾ 12/A വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ഒരു ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിൾ PQR.
പിന്നെന്താ, ബൈസെക്ടർ ഓഫ് ആർ ആൻഡ് ക്യൂ മീറ്റ് ഇൻസൈഡ് ട്രയാങ്കിൾ ഒ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ക്യൂ ഒ ആർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? അത് 107 ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നത്. ദെൻ മെഷർ ഓഫ് ആംഗിൾ പി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? അതായത് ആർ ഒ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, 90 പ്ലസ് θ/2 കൊടുത്താൽ മതി. തീറ്റ എന്നതാണ് ഇതാണ് തീറ്റ ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇതറിയാം ഇപ്പം, അത് എത്രയാണ്? 107 അപ്പം 107 ഡിഗ്രി ഈക്വൽ ടു 90 പ്ലസ് θ/2. ഇതിനകത്ത് സോൾവ് ഫോർ തീറ്റ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇവിടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 107 × 2 ചെയ്യുമ്പം 214 ഈക്വൽ ടു 180 പ്ലസ് തീറ്റ. അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്ര? 214 മൈനസ് 180 ചെയ്യുമ്പോൾ 34 എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചിരിക്കുന്നത് 7 sin θ പ്ലസ് 4 cos θ ബൈ 9 sin θ മൈനസ് 2 cos θയുടെ വാല്യൂ എത്രയാണ്? 5/4 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ tan സ്ക്വയർ θ പ്ലസ് 5/tan സ്ക്വയർ θ മൈനസ് 5 എത്രയാണെന്ന് ചോദിച്ചു. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്രയാണ്? 4 × 7 ചെയ്യുമ്പോൾ 28 വരും. 28 sin θ പ്ലസ് 16 cos θ ഈക്വൽ ടു 45 അല്ലേ? 45 sin θ മൈനസ് 10 cos θ വരും. ഇനി സൈനിനെയും കോസിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എത്രയാണ്? ഇത് ഇങ്ങോട്ട് പോവും. sin θ ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ്? 45 sin θ മൈനസ് 28 sin θ വരും. എത്രയാണ്? 17 sin θ വരും. ഈക്വൽ ടു ഈ cos θ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയാണ്? 16 cos θ പ്ലസ് 10 cos θ ആവും. 26 cos θ ആവും. ഇനി sin θ ബൈ cos θ, അതായത് ഈ cos θ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? sin θ ബൈ cos θ യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? sin θ ബൈ cos θയുടെ വാല്യൂ 26/17 വരും. അതായത് sin θ ബൈ cos θ എന്താണ്? tan θ. tan θയുടെ വാല്യൂ ആണ് എന്താ നമുക്ക് കിട്ടിയത്? 26/17 എന്നുള്ളത്. ഇനി ഇവിടെ എന്താ? ഈ 26/17 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. tan സ്ക്വയർ θ പ്ലസ് 5/tan സ്ക്വയർ θ മൈനസ് 5 ആണ്. tan θയുടെ വാല്യൂ നമുക്കറിയാം. അതായത് 26/17 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5/26/17 ദ ഹോൾ സ്ക്വയർ മൈനസ് 5 ചെയ്താൽ മതി. 26ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? ഈ 676/17 സ്ക്വയർ എടുക്കുമ്പോൾ 289 പ്ലസ് 5/676/289 മൈനസ് 5. LCM എടുക്കുമ്പോൾ എത്ര? 289 ഒരു പ്രൈം നമ്പർ അല്ലേ? അല്ല, 289 17ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം പ്രൈം നമ്പർ അല്ല. അപ്പോൾ 289ൻ്റെയും 5ൻ്റെയും LCM എന്ന് പറയുന്നതാണ്. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ്. അപ്പോൾ 289 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 2890ൻ്റെ പകുതി എടുത്താൽ മതി. 2800ൻ്റെ പകുതി എടുക്കുമ്പോൾ 1400, 90ൻ്റെ പകുതി എടുക്കുമ്പോൾ 1445 വരും. അപ്പോൾ 676 പ്ലസ് 1445 ഡിവൈഡഡ് ബൈ 289/676 മൈനസ് 1445 ഡിവൈഡഡ് ബൈ 289. ഇതും വെട്ടിപ്പോയി. 676 പ്ലസ് 1445 ചെയ്യുമ്പോൾ എത്രയാണ്? 2121 ഡിവൈഡഡ് ബൈ 676 നിന്ന് ഇത് മൈനസ് വരുമല്ലോ. അപ്പം ഓപ്ഷൻ ഏതാ? മൈനസ് വരുന്ന ഓപ്ഷൻ ഇത് രണ്ടും കൂടും. അപ്പം ഇതുമല്ല. 2121 മുകളിൽ ന്യൂമറേറ്ററായിട്ട് വരണം. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഇവിടെ 769 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. പിന്നെ എന്താണ്? അവസാനത്തെ പാർട്ട് മാത്രം കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു.
ബാക്കിയൊന്നും കുഴപ്പമില്ല. ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നവരെ വലിയ സീനില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് പാടായത്. എന്താ 15ാമത്തെ ക്വസ്റ്റ്യൻ, 2 ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ഇതും അതവർ പാരലാന്നാണ് പറഞ്ഞത്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k² + 6 എന്ന് ചോദിച്ചത്. അപ്പം 2 ലൈൻ എന്താ A1 + B1 + C1, അങ്ങനെയല്ല, അതായത് A1x + B1y + C1 = 0. ഈ രണ്ടാമത്തെ ലൈൻ എന്താ A2x + B2y + C2 = 0. അടുത്ത ലൈൻ. ഇപ്പോൾ 2 ലൈൻ പാരലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരലാകുമ്പോൾ അതിൻ്റെ എന്താണ്, രണ്ടിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് സെയിം ആണെന്ന് പറയുമ്പോൾ എന്താ A1x ഇവിടെ A1x എടുക്കണ്ട, ഇത് മാത്രം എടുത്താൽ മതി. A1/A2 = എന്താണ് B1/B2 ആവും. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും C1/C2 ആയിരിക്കും. ഇതിൻ്റെ എന്താണ് ഇവിടെ എക്സിൻ്റെ എന്താണ് കോഎഫിഷ്യൻറ്റ് മാത്രം എടുത്താൽ മതി. അപ്പം 4/k-2 = B1/B2 അല്ലേ, അതായത് k-2/9 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ പറ്റുന്നത്, k-2 ² = 36 എന്ന് വരും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോകണ്ട, കാരണം എന്താണ് k-2ൻ്റെ വാല്യൂ k-2 ² വാല്യൂ 36 ആണ്. ഞാൻ രണ്ട് സൈഡിൽ റൂട്ടിൽ എടുക്കുമ്പോൾ എത്രയാണ്, k-2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്, കെയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്ന k² + 6ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 8² എത്രയാണ്, 64 + 6 ചെയ്യുമ്പോൾ എത്രയാണ്, 70 എന്ന് കിട്ടും. അപ്പം 70 ആൻസർ, ഓപ്ഷൻ 3. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും ബ്രാക്കറ്റിനകത്തുനിന്ന് തുടങ്ങണം, അതായത് ഇവിടെ നിന്ന് തുടങ്ങണം. ഈ ബ്രാക്കറ്റിനകത്തുള്ള സോൾവ് ചെയ്യുമ്പം എന്താ വരുന്നത്, 7 - 4 + 7 എന്ന് പറയുന്നത് 10 വരും. അപ്പം 7 - 10 വരും. അടുത്ത ഈ ബ്രാക്കറ്റാണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ എന്താ, ഇത് ഫുള്ള് പോയിട്ട് എത്രയാണ്, -3 വരും. നമുക്കെന്താ ഇത്രയും പാർട്ട് ചെയ്യാം. ഇത്രയും പാർട്ട് ചെയ്യുമ്പോൾ എത്ര, 7 - 4 + 7 എന്ന് പറയുമ്പോൾ എത്ര, 7 × 4 = 11, 11 7 ന്ന് 11 പോയാൽ എത്രയാണ്, -4 വരും. ഇവിടെ എന്താ -4 -3, അപ്പം --- കൂടെ ചേരുമ്പോൾ എന്താ പ്ലസ് ആവും. ഇത് മൊത്തം പോയിട്ട് എന്താ +3 എന്നാവും. -4 + 3 ചെയ്യുമ്പോൾ എത്രയാണ്, -1 വരും. -1 + 13 വരുമ്പോൾ എത്രയാണ്, -1 + 13 + 14 വരുമ്പോൾ എത്രയാണ്, 13 വരും. പിന്നെന്താ, ഈ 13ൽ നിന്ന് ഈ 13 പോയി കഴിഞ്ഞാൽ എത്ര, ആൻസർ 0 വരും. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സ്ഥിരം കാണുന്ന ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ പുള്ളി കോസ്റ്റ് പ്രൈസിന് തന്നെ വിൽക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, 25 കോസ്റ്റ് പ്രൈസ്. പക്ഷേ ഇയാൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, 1 കിലോ എന്ന് പറഞ്ഞ് വിൽക്കുന്ന എത്ര, 800 ഗ്രാമേ വിൽക്കുന്നുള്ളൂ. ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര, 200 ഗ്രാമിൻ്റെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന എത്ര ഉള്ളൂ, 800 രൂപയുടെ സാധനം കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. 200 ഗ്രാമിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് അതൊക്കെ എഴുതിയാൽ മതി. 200 ഗ്രാം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എത്രയില്ല, 800 × 100. അപ്പോൾ എത്ര, 1/4. 1/4 × 100ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/4 ഫ്രാക്ഷൻ വാല്യൂ പെർസെൻറ്റേജിലേക്ക് വെക്കുമ്പോൾ എത്രയാണ്, 25% കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഈ പുള്ളി 18,000 രൂപ ഈ പുള്ളിയിലുണ്ട്. അതിനകത്ത് 7,000 രൂപ 5% പെർ ആനം റേറ്റ് കിട്ടുന്ന ബാങ്കിൽ ഇട്ടു. അടുത്ത എന്താ, 6,000 എന്താ 6% റേറ്റ് കിട്ടുന്ന ബാങ്കിൽ ഇട്ടു. അപ്പോൾ എത്രയാണ്, 6,000 7,000 കൂടെ കൂട്ടി എത്രയാണ്, 12 13,000 രൂപയാണ്.
ബാക്കി 5000 രൂപ പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ ഇഫ് ഹി റിസീവ്ഡ് 1760 ആസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ 1 year, then the rate of the interest per annum on the rest of the capital. അതായത് 5000 രൂപയ്ക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കും. ഇതെന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 7000 രൂപ ഒരു സ്ഥലത്തിട്ടു, 6000 രൂപ അടുത്ത സ്ഥലത്തിട്ടു. 7000 രൂപ ഇട്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. 6000 ഇട്ട എത്ര? 6%. ബാക്കി കയ്യിൽ 5000 അറിയത്തില്ല. മൊത്തം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് 1160 അപ്പം 7000 5% വെച്ച് ഇൻട്രസ്റ്റ് ഇട്ടാൽ എത്ര? 7 5 35, 350 രൂപ ഇവിടെ കിട്ടും. ഇനി അതുപോലെ 6000 6% വെച്ച് ഇട്ടാൽ എത്രയാണ്? 6 36, 360 ഇവിടെയും കിട്ടും. അപ്പോൾ 350 360 കൂടെ കൂട്ടി എത്രയാണ്? 600 650 650 60 കൂടെ കൂട്ടി 710 കിട്ടും. ഈ 710 ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്താൽ എത്രയാണ്? ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 450 രൂപയാണ് ഇയാൾക്ക് 5000 രൂപയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പം 5000-ന് എത്രയോ ശതമാനമാണ്? 450. 5000-ൻ്റെ എത്ര? 5000-ൻ്റെ 10% എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 500 വരുന്നത്. അപ്പം 10% താഴെയെന്ന് മനസ്സിലായി. ഇത് രണ്ടും വരത്തില്ല. ഇനി 10% 500 ആണെങ്കിൽ 1% എത്രയാണ്? 50. 10% 500, 1% 50. അപ്പോൾ 9% കിട്ടണമെങ്കിൽ എന്തായാലും 500 50 കുറച്ചാൽ മതി. അപ്പം 9% 450. ആ 450 എന്ന് പറഞ്ഞാൽ എത്ര? അപ്പോൾ ഇത് 9% വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? സൈൻ എ ഒരു അക്യൂട്ട് ആംഗിളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ 1 പ്ലസ് കോസ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷനകത്ത് ഏതാണ് സൈൻ എ ബൈ 1 പ്ലസ് കോസ് എ ആയിട്ട് ഈക്വൽ ആവുന്നതെന്ന്? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ഇത് വാല്യൂ ഇട്ട് കൊടുക്കുന്ന മെത്തേഡ് തന്നെയാണ് നല്ലത്. ഇവിടെ എക്ക് എന്താണ്? 30 ഇട്ട് കൊടുത്തു കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ 30 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? സൈൻ 30 എന്നുള്ളത് 1/2 വരും. അതായത് 1/2/1 പ്ലസ് കോസ് എ എന്ന് പറയുമ്പോൾ കോസ് 30 എന്നുള്ളത് √3/2 വരും. അപ്പോൾ ഇത് LCM എടുക്കുമ്പോൾ എത്രയാണ്? 1/2 ഇൻറ്റു 2 പ്ലസ് √3 ബൈ 2 പ്ലസ് √3/2 വരും. സോറി അങ്ങനെയല്ല. ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? ഇത് 2 പ്ലസ് √3/2 വരും അടിയിൽ LCM എടുക്കുമ്പോൾ. അതായത് ഇത് മൊത്തം പോയിട്ട് എന്താണ്? ഇവിടെ 2 പ്ലസ് √3/2 വരും. ഇവിടെ എന്താ? ഇത് റെസിപ്രോക്കലായിട്ടാണ് മൾട്ടിപ്ലൈ ആവുന്നത്. 2/2 പ്ലസ് √3 വരും. അപ്പോൾ ഇത് വെട്ടിപ്പോയി 1/2 പ്ലസ് √3 ആണ് കറക്റ്റ്. 1/2 പ്ലസ് √3 ആണ് വരുന്നത്. എൻ്റെ ഇവിടെ 30 ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി അതേ 30 ഇവിടെ ഓരോ ഓപ്ഷനിലും ഇട്ട് കൊടുക്കുമ്പോൾ 1/2 പ്ലസ് √3 വരുന്ന ഏതാണോ അതാണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 1 പ്ലസ് 1/2/√3/2 ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? മുകളിൽ LCM എടുത്ത് കഴിയുമ്പോൾ 2 പ്ലസ് 1 3/2 ഇൻറ്റു √3/2 തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/√3 ആവും. അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയി. ഇവിടെ എത്രയാണ്? ഇത് വരത്തില്ല. ഇത് √3 വരുന്നത്. അപ്പം ഇതല്ല. സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് സൈൻ എന്ന് പറയുമ്പോൾ 1/2/കോസ് 3/2. ഇത് ചെയ്യുമ്പം എത്രയാണ്? 2 മൈനസ് 1 1/2 ഇൻറ്റു √3/2 തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 2/√3 വരും. ഇത് വെട്ടിപ്പോയിട്ട് 1/√3 ആണ് ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1 പ്ലസ് കോസ് എ ബൈ സൈൻ എ. അതായത് 1 പ്ലസ് √3/2 ബൈ 1/2. അപ്പം 2 പ്ലസ് √3/2 ഇൻറ്റു 2/1. ഇതിൽ നിന്ന് വെട്ടിപ്പോയി 2 പ്ലസ് √3 ആണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് കോസ് എന്ന് പറയുമ്പോൾ 1 മൈനസ് √3/2 ബൈ 1/2.
അതായത് 2 മൈനസ് √3/2 ഇൻറ്റു 1/2 തിരിച്ചു കൊണ്ടുപോയാൽ 2/1 വരും. 2 മൈനസ് √3 ആണ് വരുന്നത്. എവിടെയോ തെറ്റിപ്പോയല്ലോ. ഓക്കെ ഇത് തെറ്റിപ്പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1/2 പ്ലസ് √3 നമ്മൾ എന്താണ് റാഷണലൈസ് ചെയ്യണം. ഈ √3 വരുന്ന ഭാഗങ്ങളൊന്നും ഇങ്ങനെ ഡിനോമിനേറ്റർ ഇടാൻ പാടില്ല. അപ്പം റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 മൈനസ് √3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് താഴെ ഡിനോമിനേറ്ററിൽ √3 കിടപ്പുണ്ടെങ്കിൽ സാധാരണ ചെയ്തു പോരുന്ന ഒരു രീതിയാണ് എന്ത് കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഇനി താഴെ ഇവിടെ നോക്കിയത് a² a+b ഇൻറ്റു a - b ഫോർമാറ്റിലാണ് നോക്കി. അതിനപ്പം എന്താണ് a² മൈനസ് b² എന്ന് എഴുതാം. അപ്പം 2² മൈനസ് √3² എന്ന് എനിക്ക് എഴുതാം. 2² എന്താണ് 4 മൈനസ് √3യുടെ സ്ക്വയർ എത്രയാണ് 3 ആണ്. 4 മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ് 1 വരും. അപ്പം 2 മൈനസ് √3/1 വരും. അതായത് ഇതിനെന്താണ് 2 മൈനസ് √3 എന്ന് എനിക്ക് എഴുതാം എന്ന് സാരം. അതേ 2 മൈനസ് √3 അല്ലേ ഇവിടെ വന്നതിനെ നോക്കി. അപ്പോൾ എന്താണ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഒട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് ഓപ്ഷൻ വരെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി. അതുകൊണ്ടാണ് സമയം പോയത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു സാരി 10,490 രൂപയാണ്. അത് വിറ്റ് എത്രയാണ് 9,441 രൂപ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് 10,490 9,441 പോയാൽ 1000 രൂപ 1,049 രൂപയാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. 1,049 രൂപ കുറഞ്ഞിരിക്കുന്നത് എത്രയിൽ 10,490 ഇൻറ്റു 100 ചെയ്യുക. ഇത് വെട്ടിപ്പോയി 1 ഈ 10 കൂടി ചെയ്യുമ്പോൾ എത്ര 10%. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 124 തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ HIJ വിൽ ബി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. എന്താണ് ഇതിൻ്റെ ഏരിയ രണ്ടും സെയിം ആയിരിക്കും. സിമിലർ ആണെങ്കിൽ മാത്രമേ എന്ത് ഏരിയ വ്യത്യാസം വരത്തുള്ളൂ. അങ്ങനെ തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓക്കെ. അപ്പം ഇത് തന്നെയാണ് ആൻസർ. സിമിലർ ആണെങ്കിൽ ഏരിയയ്ക്ക് വ്യത്യാസം വരും. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താണ് എല്ലാം സെയിം ആയിരിക്കും. സൈഡും ആംഗിളും ഏരിയയും എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ സീക്ക് ആൽഫ പ്ലസ് ടാൻ ആൽഫയുടെ വാല്യൂ 7/4 എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് കൊസീക്ക് എ എത്രയാണെന്ന് ചോദിച്ചാൽ എന്നാൽ നമുക്കിവിടെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 4CK പ്ലസ് 4 ടാൻ എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് 7CK മൈനസ് 7 ടാൻ എ വരും. 4CK ഇങ്ങോട്ട് കൊണ്ടുവന്നത് എത്രയാണ് 7CK മൈനസ് 4CK ചെയ്യുമ്പോൾ 7 4 പോയാൽ 3CK ഇവിടെ വരും. ഈക്വൽ ടു ഈ 7 ടാൻ എ ഇങ്ങോട്ട് പോയാൽ എത്രയാണ് 7 4 11 വരും. 11 ടാൻ എ വരും. ഇവിടെ എന്താ CK ബൈ ടാൻ എ എന്ന് പറയുന്നത് എത്രയാണ് 11/3 ആണ്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകും. അതായത് CKനെ 1/cos A ബൈ ടാൻ എനെ sin A ബൈ cos A എന്ന് എഴുതാൻ പോവാം. ഇത് റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ എന്താ വരുന്നത് cos A ബൈ sin A വരും. ഇപ്പോൾ ഇവിടെ ഇതും കോസയും മട്ടി പോകും. 1/sin A എന്ന് പറഞ്ഞാൽ എത്രയാണ് cosec A ആണ്. cosec Aൻ്റെ വാല്യൂ എത്രയാണ് 11/3 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പൈപ്പ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്രയാണ് 12 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താ ഒരു ലീക്ക് കൊണ്ട് അത് 18 മണിക്കൂർ എടുക്കും. സാധാരണഗതിയിൽ അത് ഫില്ല് ചെയ്യാൻ 12 മണിക്കൂർ എടുക്കും. പക്ഷേ ലീക്ക് കൊണ്ട് എന്താണ് 18 മണിക്കൂർ എടുക്കും. ദ ടാങ്ക് ഈസ് ഫുൾ, ഹൗ മച്ച് ടൈം വിൽ ദ ലീക്ക് ടേക്ക് ടു എംപ്റ്റി ദ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൈപ്പ് തന്നെ നിറയ്ക്കാൻ എത്രയാണ് 12 മണിക്കൂർ എടുക്കും.
അതുപോലെ തന്നെ ലീക്കും പൈപ്പും കൂടെ ഇവിടെ എടുക്കാം. ലീക്കും പൈപ്പും കൂടെ ആ ടാങ്ക് നിറയ്ക്കാൻ എത്രയാണ്? 18 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 36 വരുന്നത്. അതായത് 18 × 2 ചെയ്യുമ്പോൾ 36 വരും. 12 × 3 ചെയ്യുമ്പോൾ 36 വരും. ഇപ്പോൾ LCM എന്ന് പറയുന്നത് 36. ഇത് ടോട്ടൽ വർക്കാണ്. ഇപ്പോൾ 3 × 2 ആണ് ഇവരുടെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ലീക്കിൻ്റെ തന്നെയുള്ള എഫിഷ്യൻസി എത്രയാണ്? അതായത് പൈപ്പും ലീക്കും കൂടെ ഉള്ള എഫിഷ്യൻസി 2. പൈപ്പിന് തന്നെയുള്ള എഫിഷ്യൻസി 3. അപ്പോൾ ലീക്കിന് തന്നെയുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 1. അപ്പോൾ ടോട്ടൽ ആ ടാങ്ക് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ലീക്കിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 1. അപ്പം 36 അവേഴ്സാണ് ആ ടാങ്ക് മൊത്തം എംറ്റി ആവാൻ എടുക്കുന്ന സമയം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് C in 2022 കമ്പയർഡ് ടു 1999? ഇപ്പോൾ ഹെൽമെറ്റ് C 99 എത്രയാണ് വിറ്റേ? 54 വിറ്റേ. 2002 അപ്പോൾ 68. അപ്പോൾ 54 10 54 10 64 2 64 2 68. അപ്പോൾ 12 കൂടിയിരിക്കുന്നത്. എത്രയില്ല? 54 × 100 ചെയ്യും. മുകളിലും താഴെ ഞാൻ 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 27, ഇവിടെ 6 വരും. ഇത് വെട്ടുമ്പോൾ എത്ര? 6 4 24, 6 4 24, 3/6 വരും. അതായത് 1/2 വരും. അല്ലെങ്കിൽ എന്താണ്? 2/9 × 100. 2/9 ഫ്രാക്ഷണൽ വാല്യൂ നമുക്കറിയാം എത്ര? 22 പോയിൻറ്റ് സംതിങ് വരും. 22.222 ടെർമിനേറ്റിംഗ് ആണ്. സോറി, നോൺ ടെർമിനേറ്റിംഗ് ആണ്. ആൻസർ തെറ്റിപ്പോയല്ലോ. എവിടെയോ 54 × 68 കൂടി. ഓക്കെ. അതായത് തന്നിട്ട് 14 കൂടുന്നത്. ഞാൻ 12 കൂടുന്നതിന് പുറത്ത്. സോറി, 14 എത്രയാണ്? 54 × 100 ചെയ്യാം. 7/27 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? 25.93 വരും. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ദെൻ ദ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എത്രയാണ് ചോദിച്ചേക്കുന്നത്? അപ്പോൾ 8 × 4 × 6 ചെയ്യുക. 6 4 24 × 8 ചെയ്യുമ്പോൾ എത്ര? 8 4 32 വരും. ലാസ്റ്റ് ഡിജിറ്റ് 2 വരും. ഇവിടെ ഉണ്ടല്ലേ. 3 റിമൈൻഡർ. 8 16 + 3 എത്രയാണ്? 90. അപ്പം 192 ആണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. പ്രീഷിഫ്റ്റിലെ മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ എന്താണ്? നല്ല എളുപ്പമുള്ളതായിരുന്നു. അടുത്ത ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വേറെ ദിവസം കാണാം.